കേരളത്തിലുള്ള ഓരോ ജനതയും കണ്ണീരിലാഴ്ത്തുന്നതാണ് വയനാട്ടിലുണ്ടായ ദുരന്തം. നമ്മുടെ സഹോദരന്മാരെ സഹോദരികളെ കൈ പിടിച്ചു കൊണ്ടുവരാൻ ഇന്ന് കേരളക്കാരെയാകെ ഒന്നിച്ചു മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ വയനാട്ടിലെ മക്കൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് സഹായം കൊടുത്താലും, എന്ത് നമ്മൾ വാഗ്ദാനം ചെയ്താലും, എന്തിനി കൊടുത്തിട്ടുണ്ടെങ്കിലും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്കും എല്ലാം നഷ്ടമായി അവിടെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് നമ്മൾക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും മതിയാകില്ല. എന്നിരുന്നാൽ കൂടി നമ്മുടെ സഹോദരങ്ങളെ തിരികെ ഒരു ജീവിതത്തിലേക്ക് പിടിച്ചു വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം ഈ സമയത്ത് കഴിഞ്ഞ ദിവസം അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞു മക്കൾക്ക് മുലപ്പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ അമ്മമാര് റെഡിയാണ്. അവരെല്ലാം മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അതില് ഒരു അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പേടിയില്ലായിരുന്നു. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഒരു അമ്മയെന്ന നിലയും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മുലപ്പാൽ നൽകി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഹസ്ബൻഡ് ഇങ്ങനെ ഇട്ടതിന് ഞാൻ ഓക്കെ പറഞ്ഞു. നമുക്ക് എന്നാണേലും ആരും ഒരു കുഞ്ഞ് വിശന്ന് കരയുമ്പോഴുള്ള വേദന വേറെ ആരെക്കാളും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു അമ്മയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞു മക്കൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു അമ്മമാരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഓരോ അമ്മമാരും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. എന്തിനും ഏതിനും മലയാളികൾ ഒപ്പമുണ്ട് എന്നതിന് തെളിവാണ് ഇത്. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത്? അഭിമാനം, സന്തോഷം. നമുക്കും അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ, അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുള്ളൂ. പിന്നെ ആ കുടുംബത്തിനോട്, ഇത് ചെയ്യാൻ മുന്നോട്ട് വന്ന കുടുംബത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നുള്ള വികാരമാണ് ഓരോ മലയാളികളുടെ മനസ്സിലൂടെ പോവുകയുള്ളൂ. എന്നാൽ അതിന് ചില തെറ്റായ മോശപ്പെട്ട കമന്റുകൾ വന്നിട്ടുണ്ട്. അതിലൊരുത്തനാണ് ജോർജ്. അവനിട്ടൊരു കമന്റ് ഉണ്ട്. ഇവനെ എങ്ങനെ വിശേഷിപ്പിക്കട്ടെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വലിയൊരു ദുരന്തവും അവിടുത്തെ ആ കുഞ്ഞുമക്കളുടെ കരച്ചിലും വലിയ അമ്മമാരുടെ കരച്ചിലും ഇതൊക്കെ കണ്ടിട്ട് ഇവനിങ്ങനെ ഒരു കമന്റ് ഇടാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവനൊരു മലയാളിയാണോ? അപ്പൊ ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആർക്കും തോന്നുന്നതാണ് ഇവന്റെ ചെകിട്ടത്തിന്റെ ഒന്നല്ല ഒരു 10 അടി കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക. പിന്നെ നിയമമുണ്ട്, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം, അങ്ങനെയാണല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ എന്താണ്, കുറച്ച് കാലതാമസം എടുക്കും. എങ്കിലും ഈ കമന്റ് ഇട്ടിയ ആൾക്ക് നല്ല അടി കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലുള്ള നല്ല സഹോദരന്മാർക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അവര് നല്ല രീതിയിൽ അവനിട്ട കമന്റിന്റെ ആ ഒരു ആഘാതം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷമുള്ള ഇവന്റെ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജോർജ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞു. എനിക്ക് കാട്ടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ വണ്ടി ഇരിക്കുവാണിപ്പം. വണ്ടി വിളിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആവശ്യ സാധനങ്ങൾ ഇവ പറയുന്ന കേട്ടോ. അപ്പൊ ഇവനങ്ങ് താണിക്കേണ് മാപ്പപേക്ഷിക്കുകയാണ്. ഇവനൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് ഇങ്ങനെ അടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവൻ ഇപ്പം ഈ ഒരു അടി കിട്ടിയതിന് ശേഷം ഇവൻ മാറി, ഇവൻ നല്ലൊരു മനുഷ്യനായതൊന്നും അല്ല. ഇവൻ അടി കിട്ടിക്കഴിഞ്ഞപ്പോ ഇവന് മനസ്സിലായി പുറകെ ഇനിയും അടി വരുമെന്നുള്ളത്. അതായത് അടിയുടെ എണ്ണം കുറയ്ക്കുവാനും ഇനി ആരും വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവൻ നടത്തിയ ഒരു ചെറിയൊരു നാടകം തന്നെയാണിത്. അതല്ലാതെ അവനൊരു കുറ്റബോധം തോന്നിയിട്ടോ അവനൊരു പുതിയ മനുഷ്യനായിട്ടോ അവൻ മാപ്പ് പറഞ്ഞതല്ല. ഇനിയും അടി അവന് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നാണക്കേടാണ്, കേരളക്കാർക്ക് തന്നെ നാണക്കേടാണ്. കാരണം ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന
വളരെ ഒരു ദുരന്ത വാർത്തയാണ് വയനാട്ടിൽ നിന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ, ദൈവമേ രക്ഷിക്കണേ എന്ന് മാത്രം. ആ ഒരു സമയത്ത് ഇതേപോലുള്ള കമന്റുകൾ ഇടുന്നവരെ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്തതിൽ നമുക്ക് എന്ത് തെറ്റാണ് പറയാൻ പറ്റുക? കേരളത്തിലുള്ള ജനങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും ഒറ്റക്കെട്ടാണ്. ജനങ്ങൾ ഒന്നിച്ച് വയനാടിന് വേണ്ടിയിട്ട് കൈപിടിച്ച് ഈ ദുഃഖത്തിൽ ആണ്ടുപോയ മക്കളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. സഹായിക്കാൻ കഴിയില്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇതുപോലെ കമന്റ് ഇട്ട് ആ പാവങ്ങളെ ദ്രോഹിക്കരുത്. നമുക്ക് പ്രാർത്ഥന കൊടുക്കാം, നമുക്ക് സഹായിക്കാം. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്.